ഞാനിപ്പോൾ നിൽക്കുന്നത് കുറുമ്പമൊഴി ക്രോസ് വയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഏകദേശം വെള്ളം കണ്ടാൽ നിങ്ങൾ ഇതിന് നടുക്കൂടി റോഡുണ്ടായിരുന്നല്ലേ, ഒരു പാലം ഉണ്ടായിരുന്നല്ലേ? അതെ ചേട്ടന് മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ റോഡിലിട്ടപ്പോഴത്തേന് മീനെ കിട്ടിയല്ലേ? ഇവിടെ റോഡിലിട്ടപ്പോഴത്തേന് മീനെ കിട്ടിയിട്ടുണ്ട്. എത്രത്തിനെ പിടിച്ചു? ഇത് രസത്തിന് പാലത്തല്ല വെള്ളം കയറി കിടക്കല്ലേ, അപ്പൊ മീൻ പിടിക്കാൻ തോന്നില്ലേ, ആൾക്കാർക്ക് പോകാനും പറ്റത്തില്ല. പാലിനിറങ്ങേണ്ട കാര്യമില്ല, റോഡിൽ നിന്നാണ് പിടിക്കാൻ. റോഡിൽ നിന്നാണ് പിടിക്കുക. അപ്പൊ ഒരു കൂട്ടാൻ വെക്കാനുള്ളത് കിട്ടിയല്ലേ? ഇതിപ്പോ ഇതിലൂടെ ഇങ്ങനെ പോകുന്നതേ. അപ്പൊ വേണ്ട ഇവിടുത്തെ അവസ്ഥ വേണ്ട ഇതാണ്. ഇത് കണ്ടോ, മൊത്തത്തിൽ മുങ്ങി കിടക്കാണ്. എന്താ പേരെന്തായിരുന്നു? ജെഫിൻ അല്ലേ? ഇതെല്ലാ പ്രാവശ്യം ഇങ്ങനെ മുങ്ങും അല്ലേ? ചെറിയ മഴ മതി. ഇത് താഴെ ഒരു ഡാമുണ്ട്, ഡാം പെരുന്തനൂർ ഡാം. ആ ഡാം വന്നു കഴിഞ്ഞാൽ പിന്നെയാണ് ഇവർ ഈ കുരുമുഴിക്കാരെ ദുരിതം ആരംഭിച്ചത്. കേട്ടോ, ഭയങ്കര വെള്ളമാണ് കേട്ടോ, ഭയങ്കര വെള്ളം. വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കയറുന്നതിനൊപ്പം തന്നെ നല്ല ജെഫിച്ചേട്ടൻ അടുത്ത വലയെറിയാൻ തുടങ്ങുകയാണ് കേട്ടോ. ഒരു നിലയില്ലാത്ത രീതിയിലാണ് വെള്ളം പോകുന്നുണ്ട്. ഭയങ്കര വെള്ളം ഒഴുകും കേട്ടോ. നടുക്കൂടി റോഡുണ്ടെന്ന് പറയത്തേ ഇല്ല കേട്ടോ. ഭയങ്കരം തന്നെ, ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഈ ഒരു പാലം പണിയാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നെങ്കിലും ഇതുവരെ അതിനൊരു നീക്കുപോക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാം കിട്ടിയേട്ടാ? പറഞ്ഞേ ഉള്ളല്ലേ? അപ്പോൾ ഇതുവരെ ഒരു നീക്കുപോക്ക് നടന്നിട്ടൊന്നുമില്ല. ഇങ്ങനെ ഓരോരുത്തരും വന്ന് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെക്കുന്നതല്ലാതെ യാതൊരുവിധ നടപടികളും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. ഇത് രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന പാലം അല്ലേ? അതെ, രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന പാലമാണ് വെച്ചുച്ചിറയും നാറാണമൂഴി പഞ്ചായത്തും. അപ്പോൾ തന്നെ ഇവിടെ ഏകദേശം മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്, പെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇപ്പം തന്നെ നല്ല വെള്ളമാണ്. അതിൻ്റെ ഇവിടെ ഈ തോട്ടത്തിലൂടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല വെള്ളം വരുമോ അല്ലേട്ടാ? അപ്പം ഇതാണ് നമ്മുടെ കുറുമ്പമൊഴി പാലത്തിൻ്റെ അവസ്ഥ. ഇതിപ്പോൾ ഇവിടെ മഴ പെയ്തു, നല്ല രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ പറ്റുമായിരിക്കും. എന്തോ മോൻ്റെ പേര്? ആദിദേവ് മകേഷോ? എത്രല്ലോ പഠിക്കുന്നേ? വെള്ളം കാണാൻ വന്നാണോ? കണ്ടോ? കണ്ടോ? എവിടെ പഠിക്കുന്ന? എവിടാ? എടകടത്ത് യു പി സ്കൂളാണ്. അച്ഛാ, ഇത് ഇവിടെ എപ്പോഴാ വെള്ളം പൊങ്ങിയ? എന്താ അച്ഛൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ ഒരു ബാലകൃഷ്ണനാണ്. എപ്പോഴാണ് വെള്ളം പൊങ്ങിയ? വെള്ളം ഇന്നലെ രാത്രി തൊട്ട് വെള്ളം നല്ല വരവാണ്. നേരം വെളുത്ത് ഒരു ഇപ്പോഴാണ് ഇത്രയും കൂടിയാണ്. ഇത്രയും രാവിലെ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. ഇപ്പം നല്ലതുപോലെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. ഇന്നലെ തന്നെ പാലം ഇവിടെ ക്രോസ് വേ മുങ്ങിയായിരുന്നു. അപ്പം വെള്ളമോ ബാക്കി ഒന്നും വന്നിട്ടില്ല. ഗവൺമെന്റ് അധികൃതരൊന്നും അവരാരും പാലം പണിയും കളത്തുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നല്ലാതെ യാതൊരു നടപടിയും നടന്നിട്ടില്ല ഇതുവരെ. ഈ വെള്ളം പൊങ്ങി പാലം മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അക്കരെയുള്ള ഒറ്റപ്പെട്ട സ്ഥലമാണ്. അവിടെ എത്ര വീടുകളുണ്ട്? അവിടെ ഒരു 100-150 വീടുകളോട് അടുത്തുണ്ട്. അപ്പൊ അവർക്ക് ഈ ഒരു വെള്ളം താഴാതെ അവർക്ക് യാതൊരു ആശുപത്രിക്ക് പോലും പോകാൻ പറ്റില്ല. എന്തിനു വേണേലും ഇക്കരെ കിടക്കണം. അതിന് ഈ പാലമുണ്ട്, ഇടകടത്തിലൊരു പാലമുണ്ട്, അതും മുങ്ങിപ്പോകും. അത് ഇതുപോലുള്ള ക്രോസ് വേ കടരം കുറഞ്ഞ ഇന്നലെ തന്നെ മൂടി. ഇന്നും ഇനി താഴുന്നവരെ അക്കരെയുള്ള ആളുകൾ അവിടെ തന്നെ കഴിഞ്ഞുകൂടും, അക്കരയ്ക്കര നോക്കി നിൽക്കേ ഉള്ളൂ. പിന്നെ അതുപോലെ കഴിവുള്ളവരൊക്കെ വെള്ളം താഴ്ന്നു കഴിയുമ്പം പാലം വഴി കിടക്കാമെങ്കിൽ കിടക്കും. ഇത് സ്കൂൾ ബസ് പോകുന്ന പാലമായിരുന്നു. അക്കരെ പിള്ളേരെ കൊണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇന്നലെ ഇന്നൊന്നും സ്കൂൾ ബസ് വന്നിട്ടില്ല. ഇപ്പം നല്ല വെള്ളം വരവാണ്. പാലം ക്രോസ് ഒന്നും കാണത്തില്ല, കൈവരി പോലും കാണത്തില്ല.